الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ശ്രദ്ധിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ ഉള്ളവനെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ സൂക്ഷിച്ച് അവനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്ന അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 20-ാം നൂറ്റാണ്ടിൻ്റെ പാതിയിലാണ് ലോകത്തേക്ക് ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ്. ഇന്ന് മനുഷ്യന് അവൻ കുടിക്കുന്ന പാനീയത്തെപ്പോലെ, കഴിക്കുന്ന ഭക്ഷണത്തെപ്പോലെ, ധരിക്കുന്ന വസ്ത്രത്തെപ്പോലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വസ്തുവായി ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും മാറിക്കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിറന്നു വീണ മക്കൾ പോലും അവർ മലർന്ന് കിടന്ന് കരയാൻ മാത്രം സാധിക്കുന്ന പ്രായത്തിൽ പോലും ഇൻ്റർനെറ്റിനും സോഷ്യൽ മീഡിയയിലെയും ആസ്വാദനത്തിന് അവർ ചെവി കൊള്ളുന്നു, അതിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണല്ലോ പ്രിയപ്പെട്ടവരെ. ഒരു മണിക്കൂറോ നിശ്ചിത സമയമോ തൻ്റെ കയ്യിൽ മൊബൈലില്ലാതായാൽ, ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റയൊന്ന് തീർന്നു പോയാൽ വെപ്രാളവും ആവലാതിയും ഉടലെടുക്കുന്ന ഒരുപാട് മനുഷ്യരെ നാം കണ്ടിട്ടുണ്ട്. ഇന്നെൻ്റെ സോഷ്യൽ മീഡിയ പല കുടുംബ തകർച്ചക്കും ദീനിൽ നിന്ന് ഒരുപാട് വ്യക്തിത്വങ്ങളെ അകറ്റുവാനും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് മനുഷ്യരെ ഇല്ലാതാക്കുവാനുമൊക്കെ വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുണ്ട്, ഇൻ്റർനെറ്റ് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെയല്ല നാം പലപ്പോഴും വിലയിരുത്തേണ്ടത്.
ഇന്ന് മനുഷ്യൻ ഒരു ആഫ്റ്റർ കൊറോണ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം, സോഷ്യൽ മീഡിയയിൽ നിന്ന് തലപൊക്കാത്ത വിദ്യാർത്ഥികളെയാണ്, യുവതലമുറയെയാണ് നാം കാണുന്നത്. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ TV വെക്കുന്നത് പോലും ഏറെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്ന ഒരു സമുദായമുണ്ടായിരുന്നു. വീടുകളിലേക്ക് ടെലിവിഷൻ എന്ന സ്ക്രീനുകൾ കടന്നു വന്ന സമയത്ത് വാർത്തയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. വീട്ടിലെ പ്രായമായവർ അതിലേക്ക് തിരിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രായമായവരാണ് ആ സോഷ്യൽ മീഡിയയിൽ യുവാക്കളെക്കാൾ, യുവതികളെക്കാൾ സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും സിനിമകളാകട്ടെ, ഏതെങ്കിലും വീഡിയോകളാകട്ടെ, വ്ളോഗുകളാകട്ടെ, ഇവയൊക്കെ കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എത്രയെത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയെത്ര ബന്ധങ്ങൾ ഇല്ലാതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയെത്ര വ്യക്തിത്വങ്ങൾ നിരീശ്വരവാദത്തിലേക്കും മതനിരാസത്തിലേക്കും ഈ സോഷ്യൽ മീഡിയ എത്തിച്ചിട്ടുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം അറിയുക തന്നെ വേണം. എല്ലാം ഒഴിവാക്കുക, എല്ലാം മാറ്റി നിർത്തുക എന്നുള്ളതല്ല അതിൻ്റെ പരിഹാരം. ഏത് കാര്യം ഉപയോഗിക്കുമ്പോഴും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള പാഠങ്ങൾ നാം പഠിച്ചുകൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന 4 കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഏത് രംഗത്തും സൂക്ഷ്മത പാലിക്കേണ്ട വ്യക്തി എങ്ങനെയാകണം എന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അൽ ഖൗഫ് മിനൽ ജലീൽ എന്നാണ്. എൻ്റെ റബ്ബിനെ സദാ ഞാൻ ഭയപ്പെടണം. ഏത് സമയത്താകട്ടെ എൻ്റെ വിരലുകൾ ചലിപ്പിക്കുമ്പോൾ അടക്കം എൻ്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടണം. എൻ്റെ കൺപോളകൾ തുറന്ന് എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ മൊബൈലിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ മറ്റു സോഷ്യൽ മീഡിയ വസ്തുക്കളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടണം. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു നൽകിയ ഒന്നാമത്തെ ഉപദേശ എങ്ങനെയാണ് തഖ്വയുള്ളവനാകേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തത് അൽ അമലു ബിത്തൻസീലാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു നൽകിയ കാര്യങ്ങൾ അത് ശിരസാവഹിക്കുന്ന രംഗത്ത്, അത് അനുസരിക്കുന്ന രംഗത്ത് എൻ്റെ സോഷ്യൽ മീഡിയയും എൻ്റെ ഇൻ്റർനെറ്റും ഞാൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. മൂന്നാമത്തത് അൽ ഇസ്തിഅദാദു ലിയൗമി റഹീൽ. നാളെയുടെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടിയിട്ടുള്ള പാതയങ്ങൾ കണ്ടെത്തുന്ന രംഗത്ത് എൻ്റെ സോഷ്യൽ മീഡിയ എനിക്ക് ഉപകരിക്കുന്നുവോ, അതല്ല അത് എന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയാണോ, ഒഴിവാക്കുകയാണോ എന്നുള്ളത് നാം പരിശോധിക്കണം. നാലാമത്തത് അൽ ഖനാഅത്തു ബിൽ ഖലീലാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് തഖ്വയുള്ളവൻ്റെ ലക്ഷണമായി, അടയാളമായി പഠിപ്പിക്കുകയാണ്. ഇന്നെൻ്റെ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവാണ്. റീൽസുകളും ഷോർട്സുകളും വ്ളോഗുകളുമൊക്കെ തൻ്റെ കുടുംബത്തിൽ, തൻ്റെ വീട്ടിലെ കല്യാണം എങ്ങനെയാക്കണം, താൻ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയാകണം, എൻ്റെ വീടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാകണം, എൻ്റെ വീടിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെയാകണം, എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാകണം, ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എങ്ങനെയാകണം, അങ്ങനെ A to Z കാര്യങ്ങളിൽ മനുഷ്യനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചേക്കേറാനുള്ള പ്രചോദനം ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയ നൽകുന്നുണ്ടല്ലോ. അവിടെയാണ് അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന മനസ്സ് മനുഷ്യനില്ലാതെയായി കൊണ്ടിരിക്കുന്നു എന്ന ആ വാചകത്തിൻ്റെ ശ്രദ്ധേയത നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ എന്ന നിലക്ക് ഇവയിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നല്ല, ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറെ ശ്രദ്ധ നമുക്ക് വേണം. മഹാനായ സ്വഹാബി വര്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഇത്തഖില്ലാഹ ഐസുമാ കുൻത്. മുആദേ, നിന്നോടൊപ്പം ഞാനില്ല, നിന്നോടൊപ്പം എല്ലാത്തിനും കൂടെ നിന്ന സ്വഹാബത്തില്ല, എവിടെയായിരുന്നാലും ഇത്തഖില്ലാ, നീ പടച്ച റബ്ബിനെ സൂക്ഷിക്കണം, നീ പടച്ച റബ്ബിനെ ഭയപ്പെടണമെന്ന ഒരു ഉപദേശം മഹാനായ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ കൊടുക്കുകയാണ്. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക്
ചേർത്തി വെക്കണം. ഇത് നമ്മുടെ മറ്റു ഉപകരണങ്ങളിലേക്ക് ചേർത്തി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകിയ ആയത്ത വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. തഖ്വ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മുൻഗാമികളുടെ മേലും അനിവാര്യമാക്കി തീർത്ത കാര്യമാണ് തഖ്വ എന്നുള്ളത്. ആ തഖ്വ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. നോക്കിയേ, നിങ്ങളെ ഫിത്നയുടെ കാലഘട്ടത്തിൽ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള സമയത്ത് എങ്ങനെയാണ് റബ്ബിനെ ഭയപ്പെടേണ്ടത് എന്നുള്ളത് മഹാനായ ത്വൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം നൽകുന്നൊരു ഉപദേശമുണ്ട്. എങ്ങനെയാകണം ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ തിന്മകൾ ചെയ്യുന്ന ഈ രംഗത്ത്, തിന്മകളേറെ വ്യാപകമാകുന്ന രംഗത്ത് പടച്ച റബ്ബിനെ സൂക്ഷിക്കേണ്ടത്. അൻ തഅമല ബിത്വാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹി തർജു സവാബല്ലാഹ്. അതേ റഹ്മാനായ റബ്ബിന് വേണ്ടി അനുസരണയോടെ പടച്ച റബ്ബിൻ്റെ ആ നൂറ് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ജീവിതത്തിന് നന്മകൾ ചെയ്യണം. അത് ഏത് ഫിത്നയുടെ കാലഘട്ടത്തിലാണെങ്കിലും. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഈ തിന്മകളൊക്കെ, ഇതൊക്കെ നെവർ മൈൻഡ് അല്ലേ, സാധാരണയല്ലേ, ഇതൊന്നും ചെയ്തത് കൊണ്ടൊന്നും പടച്ച റബ്ബ് ശിക്ഷിക്കില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ പണ്ഡിതോദ്ധരണികൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. അൻ തഅമല ബിത്വാഅത്തില്ലാ, അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന് നന്മകൾ ചെയ്യണം. എന്തുദ്ദേശിച്ച്? പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. അദ്ദേഹം പറയുകയാണ് വഅൻ തത്റുക മഅസിയ, അതേ അവൻ പാപങ്ങൾ ഒഴിവാക്കണം. എന്ത് പ്രതീക്ഷിച്ച്? തഖാഫു ഇഖാബല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാത്തവർക്ക് ഒരുക്കി വെച്ച ഉഇദ്ദത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് ഒരുക്കി വെച്ച നരകീയാരാമുണ്ടല്ലോ, ആ നരകീയാരാമത്തിൽ ഞാൻ ഈ ചെയ്തു കൂട്ടുന്നതിൻ്റെയൊക്കെ പ്രതിഫലമെന്ന നിലയ്ക്ക് എനിക്ക് ശിക്ഷ കിട്ടുമെന്ന ബോധ്യം അവനുണ്ടാകണം. എന്ത് ചെയ്യുമ്പോൾ? ജീവിതത്തിൽ തിന്മകൾ ചെയ്യുമ്പോൾ എന്ന് മഹാരഥനായ പണ്ഡിതൻ പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാ പറഞ്ഞത്, അത്തഖ്വാ ഹാഉന, അത്തഖ്വാ ആഹുന, അത്തഖ്വ ആഹുന. ഇതിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ തഖ്വ ഉയർന്നു വരേണ്ടത്. ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള ആ ഇടപെടലുണ്ടല്ലോ, ആരാരും അറിഞ്ഞിട്ടില്ലെങ്കിലും ആരാരും കേട്ടിട്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ആ ബോധ്യമാണല്ലോ തഖ്വയുടെ അതിപ്രധാനമായിട്ടുള്ള വിഷയം. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നുണ്ട് ഒരു മുഅ്മിൻ എങ്ങനെയാകണമെന്നുള്ളത്. ഒരു തഖ്വയുള്ളവന്റെ അടയാളം പഠിപ്പിക്കുക. അത്തഖിയു മുൽജമുൻ ലാ യഫ്അലു കുല്ല മാ യുരീദ്. തഖ്വയുള്ളവൻ കടിഞ്ഞാളുള്ളവനാ. തഖ്വയുള്ളവന് കയറ് കെട്ടിയവനെ പോലെയാ. ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാൻ അവന് കഴിയില്ല. അവന് മുത്തഖിയാണോ, മുഹ്സിനാണോ, മുസ്ലിമാണോ, അവന് തോന്നിയതുപോലെ ചെയ്യേണ്ടവനല്ല അവൻ. അത്തഖിയു മുൽജമുൻ, അവൻ കടിഞ്ഞാളുള്ളവനാ. അതുകൊണ്ടാണ് മുസ്ലിമി എന്ന് പറഞ്ഞാൽ തന്നെ കീഴൊതുങ്ങിയവനെന്ന. തോന്നിയതും കണ്ടതും കേട്ടതുമൊക്കെ ചെയ്യാൻ സാധിക്കാത്തവനാ പ്രിയപ്പെട്ടവരെ മുസ്ലിം, സാധിക്കാത്തവനാണ് പ്രിയപ്പെട്ടവരെ മുത്തഖി എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോഴാകട്ടെ, ഇന്റർനെറ്റുമായിട്ടുള്ള ഏതൊരു ഉപയോഗമാകട്ടെ, അവിടെ തഖ്വ അതിപ്രധാനമാണ്. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്. ആ അടിമ ഉടമയോട് പാലിക്കേണ്ട മുഴുവൻ മര്യാദകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുമെന്നൊരു ബോധ്യം നമുക്ക് വേണം. എന്തേ ആ ബോധ്യത്തിൻ്റെ പ്രചോദനം? നാളെയുടെ ശിക്ഷയാകണം. എന്താണ് പ്രിയപ്പെട്ടവരെ ആ ബോധ്യത്തിൻ്റെ ലക്ഷ്യമെന്താ? നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗീയാരാമമാകണം. ഇതാകണം പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, നമ്മുടെ സമയത്തെ ഏറെ നഷ്ടപ്പെടുത്തുന്നു എന്ന. നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന കരണ്ടിന് നാം ബില്ല് അടക്കുന്നു. നാം ഉപയോഗിക്കുന്ന വെള്ളത്തിന് പ്രിയപ്പെട്ടവരെ ബില്ല് അങ്ങോട്ടടക്കുന്നു. എന്നാൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചതിന്, ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചതിന്, ടെലഗ്രാം ഉപയോഗിച്ചതിന്, യൂട്യൂബ് ഉപയോഗിച്ചതിന് നാം പണം കൊടുക്കുന്നുണ്ടോ? അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളല്ല പറഞ്ഞത്. നാം ഉപയോഗിക്കുന്ന സമയമാണ് അവരുടെ പണം.
നാം ഉപയോഗിക്കുന്ന, നാം കാണുന്ന, നാം കേൾക്കുന്ന നമ്മുടെ സമയമാണ് പ്രിയപ്പെട്ടവരെ അവരുടെ പണം. ഏതെങ്കിലും ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ പങ്കുവെച്ച് അത് കണ്ടാസ്വദിക്കുന്ന നമ്മുടെ സമയത്തിൻ്റെ ആ നഷ്ടമുണ്ടല്ലോ. നാം വീട്ടിൽ ദോശ ചുടുന്നു, നാം വീട്ടിൽ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നു, അത് മറ്റാരെങ്കിലും വീഡിയോ എടുത്താൽ അത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് വ്യൂസ് എവിടുന്ന് കിട്ടി? നമ്മുടെ സമയത്തെ കൊല്ലുകയാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് ഏറെ ഗൗരവ. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാൽപാദങ്ങൾ നാം മുന്നോട്ട് വെക്കില്ല. ഒന്നെന്തായിരുന്നു? അൻ ഉംരിഹി ഫീമാ അഫ്നാ, നിനക്ക് റഹ്മാനായ റബ്ബ് നൽകിയ ആയുസ്സുണ്ടല്ലോ, പടച്ച റബ്ബ് ഈ ഭൂമി ലോകത്ത് നിനക്ക് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ ആയുസ് നൽകിയല്ലോ, അത് നീ എന്തിനാണ് ചെലവഴിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൊബൈലിലെ സ്ക്രീൻ ടൈം നമുക്ക് പരിശോധിക്കാൻ കഴിയും. നമ്മുടെ യൂട്യൂബ് നാം എത്ര സമയം ഉപയോഗിച്ചു, നമ്മുടെ ഇൻസ്റ്റ നാം എത്ര സമയം ഉപയോഗിച്ചു, നമ്മുടെ വാട്സപ്പിലെ എത്ര സമയമാണ് നാം വെറുതെ ചെലവഴിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കതിൻ്റെ സ്ക്രീൻ ടൈം കിട്ടും. നാം ഒന്ന് ചിന്തിക്കാം, പഠിച്ചോനെ ഇന്നിൻ്റെ വാട്സപ്പ് ഞാൻ നന്മക്ക് വേണ്ടിയിട്ടാണോ തിന്മക്ക് വേണ്ടിയിട്ടാണോ? പഠിച്ചോനെ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ഉപയോഗിച്ചത് ഒരു ഖുർആൻ ക്ലാസ് കേൾക്കാനാണോ, ഒരു ഖുതുബ കേൾക്കാനാണോ, ഒരു ദീനി മജ്‌ലിസിന്റെ വിജ്ഞാനപ്രദമായിട്ടുള്ള ക്ലാസ് കേൾക്കാനാണോ, അതല്ല മോശപ്പെട്ട സംസാരങ്ങളും വീഡിയോകളും മ്യൂസിക്കുകളും ഹറാമുകളും കാണാനാണോ? അൻ ഉംരിഹി ഫീമാ അഫ്നാ, പടച്ച റബ്ബ് ചോദിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അള്ളാഹു ചോദിക്കുമെന്നുള്ളതിൽ സംശയമില്ല. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ, നിന്റെ സമ്പത്തുണ്ടല്ലോ നീ അത് എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന് പടച്ച റബ്ബ് ചോദിക്കില്ലേ? വഅൻ ഇൽമിഹി ഫീമാ ഫഅല, നീ കരസ്ഥമാക്കിയ അറിവുണ്ടല്ലോ ആ അറിവ് അനുസരിച്ച് നീ പ്രവർത്തിച്ചോ എന്ന് പടച്ച റബ്ബ് ചോദിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നാളെയുടെ പാരത്രിക ലോകത്ത് ചോദിക്കുമെന്ന് പറയുമ്പോൾ നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്, 2 കാര്യങ്ങൾ, 2 അനുഗ്രഹങ്ങൾ മനുഷ്യ അശ്രദ്ധയിലാണെന്ന. ഒന്നവൻ്റെ ഒഴിവ് സമയ നമ്മുടെ സമയങ്ങൾ എത്ര പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര സമയമാണ് മനോഹരമായി ഉപയോഗിക്കേണ്ട എത്ര സമയത്തെയാണ് സോഷ്യൽ മീഡിയ ഇല്ലാതാക്കി തീർക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യത്തെ ഉപയോഗപ്പെടുത്തണം. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ് ശബാബക ഖബ്ല ഹറമിക, നീ വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗിക്കണം. വസിഹതക ഖബ്ല സഖമിക, നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ ഉപയോഗിക്കണം. വഗിനാക ഖബ്ല ഫഖരിക, നിന്റെ ധന്യതയുള്ള അവസ്ഥയുണ്ടല്ലോ, നീ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് തള്ളപ്പെടും മുമ്പ് ഈ ധന്യതയെ നീ ഉപയോഗപ്പെടുത്തണം. വഫറാഅക ഖബ്ല ശുഗ്ലിക, നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പടച്ച റബ്ബ് നൽകിയ ആയുസ്സുണ്ടല്ലോ അത് നീ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒഴിവ് സമയത്തെ പടച്ച റബ്ബ് നൽകിയ ഈ ആയുസ്സിനെ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാചകം നോക്കിയേ. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാ, മന്നബ്ദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഞാൻ ഒന്നിനെ പറ്റിയിട്ടും ദുഃഖിച്ചിട്ടില്ല, ഞാൻ ഒരു കാര്യത്തെ പറ്റിയിട്ടും സങ്കടപ്പെട്ടിട്ടില്ല. എന്റെ ദുഃഖം എന്തെന്നറിയോ? ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. സൂര്യാസ്തമയങ്ങൾ എന്നിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിത്തീരുന്നു, എൻ്റെ അവധി ഇങ്ങനെ അവസാനിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്നേ ദിവസം വലം യസിദ് ഫീ അമലി, ഇന്നേ ദിവസം എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒന്നും ഞാൻ
കൂടുതലായി ചെയ്തിട്ടില്ല എന്നുള്ളത് മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് കരയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കിയേ, ഈ ദുനിയാവില് അവൻ ജനിച്ചു വീണ മുതൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സദാസമയവും പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്ത വ്യക്തി, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത വ്യക്തി, നാളെ പരലോകത്ത് പോകുമ്പോ ലഹഖറഹു, അതവന് നിസാരമായി തോന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ജീവിതായുസ് മുഴുവൻ പടച്ച റബ്ബിന് നന്മ ചെയ്ത വ്യക്തിയുടെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് കടന്നവന്റെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അതവന് നിസാരമായി തോന്നും. യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. എത്ര മനോഹരമായ, ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറേണ്ട ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം നഫ്സിനെ പറ്റി ആവലാതിപ്പെടുന്ന ആ മഹ്ശറയുടെ മണ്ണുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, വഹും യസ്തരിഖൂൻ, അവർ മുറവിളി കൂട്ടും. എന്തിന്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. പടച്ച റബ്ബേ, നീ തന്ന ആയുസ്സിൽ നന്മകൾ ചെയ്യാതെ ഞങ്ങളുടെ സമയം വെറുതെ ഉപയോഗിച്ചു. റബ്ബേ, ഞങ്ങൾക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് നാഥാ, ഞങ്ങളെ ഒന്ന് മടക്കിത്തരണേ നാഥാ. വഹും യസ്തരിഖൂൻ, അവര് മുറവിളിക്കൂട്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതാണ് മഹാനായ സ്വഹാബി വനിൻ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നി ലഅംഖുതു അൻ അറ റജുല ഫാരിഗൻ ലാ ഫി അമലി ദുനിയ വലാ ഫി ആഖിറ. എനിക്ക് ചില ആളുകളെ കാണുന്ന വെറുപ്പാ. ഓല എന്താ പണി? ഫാരിഗൻ ലാ ഫി അമലി ദുനിയ വലാ ഫി ആഖിറ. ദുനിയാവിന്റെ പണി അവർക്ക് ഉണ്ടാവില്ല, ആഖിറത്തിന്റെ പണിയും ഉണ്ടാവില്ല. 30 സെക്കൻഡ് വരുന്ന, 1 മിനിറ്റ് വരുന്ന പ്രിയപ്പെട്ടവരെ ഷോർട്സുകളും റീൽസുകളും മനുഷ്യൻ എന്ത് സമ്മാനിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. ഒന്ന് സങ്കടമാണെങ്കിൽ സന്തോഷം, ഒന്ന് സന്തോഷമാണെങ്കിൽ ഒന്ന് കരച്ചില്, ഒന്ന് സീനാണെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റീൽസുകളും ഷോർട്സുകളും മനുഷ്യൻ എന്ത് സമ്മാനിച്ചു അതിന് ഓർമ്മ ഉണ്ടാവോ? 1.5 മണിക്കൂർ റീൽസ് കണ്ടിട്ട് ഞാൻ കണ്ട റീൽസുകൾ ഏതെന്ന് ചോദിച്ചാൽ ഓർമ്മയുണ്ടാവോ? വെറുപ്പാണ് എനിക്ക്. ദുനിയാവിന്റെ പണിയിലും അവർ ഏർപ്പെട്ടിട്ടില്ല, ആഖിറത്തിന്റെ പണിയിലും അവർ ഏർപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ സമയം എന്നുള്ളത് അതിങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു ഇലയെപ്പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. തിരിച്ചു വരൂല. ഒരു സെക്കൻഡിന് നാളെ മറുപടി പറയേണ്ടി വരും, 1 മിനിറ്റിന് നാളെ മറുപടി പറയേണ്ടി വരും. തീരുമാനമെടുത്തേ മതിയാകൂ. നമ്മൾ മുസ്ലിമീങ്ങളാ. നമ്മുടെ കൂടെ കൂടിയ ഒരുപാട് ആളുകൾ പല രൂപത്തിൽ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും. അങ്ങനെ ഉപയോഗിക്കേണ്ടവരല്ല നാം മുസ്ലിമാ. അത്തഖിയ്യു മുൽജമുൻ, കടിഞ്ഞാളുള്ളവനാ നാം. ആ കടിഞ്ഞാണ് പ്രിയപ്പെട്ടവരെ പൊട്ടിച്ചെറിഞ്ഞു പോയാൽ നാളെ നരകത്തിന്റെ കടിഞ്ഞാണ് നമ്മെ ധരിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളത് ഏറെ ഗൗരവത്തോടു കൂടി തന്നെ നാം കാണേണ്ടതുണ്ട്. മൂന്നാമത്തത്, നമ്മുടെ സ്വകാര്യ ജീവിതം. ഞാനും എൻ്റെ റബ്ബും നിങ്ങളും നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള ഒരു ജീവിതമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അവിടെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ആണ് എന്ന് പറയാൻ നമുക്ക് ആർക്കും മടിയില്ലല്ലോ. 3-4 മക്കളുള്ള എത്രയെത്ര പ്രായമായവരാണ്, എത്രയെത്ര പ്രായമായ ദമ്പതികളാണെന്നറിയോ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തുണ്ടായതാ. ദീനീ രംഗത്തൊക്കെ മുൻനിരയിലുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ മോശമായ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ഭാര്യ കണ്ട് ഒരു കാരണവശാലും ഇദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സിന് വേണ്ടി ആവശ്യപ്പെടുന്ന എത്രയെത്ര കുടുംബങ്ങളുണ്ട് എന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ലാ അഹദ അഗ്യറു മിനല്ലാഹ് ഫലിദാലിക ഹറമൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. വല്ലാത്തൊരു വാചക. നമ്മുടെ ഇണയറിയുന്നത് നാം ആഗ്രഹിക്കില്ല, നമ്മുടെ മാതാപിതാക്കൾ അറിയുന്നത് പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിക്കില്ല, നമ്മുടെ കുടുംബക്കാരറിയുന്നത് ആഗ്രഹിക്കില്ല, നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾ അറിയുന്നത് നാം ആഗ്രഹിക്കില്ല. അവരെല്ലാവരും അറിഞ്ഞാൽ അവർക്കൊക്കെ നമ്മോട് എത്രത്തോളം രോഷമുണ്ടാകും. എന്നാൽ പടച്ച റബ്ബാണ് നമ്മെ ഏറെ സ്നേഹിക്കുന്നത്. അല്ലാഹു വദൂദ, ആ അല്ലാഹ്ക്ക് ഏറെ വെറുപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ അഹദ അഗ്യറു മിനല്ലാഹ്
നിങ്ങൾ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ നിന്ന് തെറ്റി നിന്നുകൊണ്ട് അധാർമികമായ ഇമ്മോറൽ ആക്ടിവിറ്റികൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാന്റെ അത്ര കോപം ഈ വിഷയത്തിൽ മറ്റാർക്കില്ലാന്ന്, അള്ളാഹ്ക്ക് അത്രയും കോപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിസ്കരിച്ച നമസ്കാരങ്ങൾ ഉപകരിക്കില്ല, നോറ്റ നോമ്പുകൾ ഉപകരിക്കില്ല. നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണേ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കലുണ്ട്. എന്താ വാചകത്തിന്റെ ഉദ്ദേശമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയാ, ലഅലമന്ന അക്വാമ മിൻ ഉമ്മത്തി, സഹാബ, എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ. യഅ്തൂന യൗമൽ ഖിയാമ, അവര് ഖിയാമത്ത് നാളിൽ കടന്നു വരികയാണ്. ബിഹസനാതി അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തിന്റെ അത്ര നന്മകളായി. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സദഖയുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം അവർക്കുണ്ടാകും. അങ്ങനെ നാളെ ഖിയാമത്ത് നാളിലേക്ക് അവർ കടന്നു വരികയാണ്. പക്ഷേ അവരുടെ കർമ്മങ്ങളുണ്ടല്ലോ, അബാഹം മൻസൂറാ, വിതറപ്പെട്ട ധൂളികളെ പോലെയാക്കുന്നതാണ്. അതവർക്ക് ഉപകരിക്കില്ല. അതവർക്ക് നാളെ മീസാനിൽ കനം തൂങ്ങുന്ന കർമ്മമായി മാറുകയില്ല. അതവർക്ക് ഉപകരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആ കൂട്ടരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. കാരണം ഇവിടെ നിസ്കരിച്ച് നോമ്പൊറ്റൊക്കെ ചെയ്തല്ലോ, അതൊക്കെ ചെയ്തു, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമു, അറിയാതെ പോലും അവരിൽ ഉൾപ്പെടാതിരിക്കാൻ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ പോലുള്ളവരെന്നെ പോലെ നിങ്ങളെ സഹോദരങ്ങൾ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, രാത്രി അടക്കം അവർ ഉപയോഗപ്പെടുത്തുന്നവരാണ്. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂആ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇണയറിയാതെ, നമ്മുടെ മാതാപിതാക്കൾ അറിയാതെ, നമ്മെ വിശ്വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരറിയാതെ ഒരു സ്വകാര്യ ജീവിതത്തിന് പുഴുക്കുത്തരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടോ? നമ്മുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല. നമ്മുടെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട, നമ്മുടെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നമ്മുടെ സക്കാത്ത് അല്ലാഹ്ക്ക് വേണ്ട, നമ്മുടെ സദഖ അല്ലാഹ്ക്ക് വേണ്ട. എന്തേ അതിനുള്ള കാരണമായി റസൂലുള്ളാഹി പഠിപ്പിച്ചത്? അവരൊറ്റക്കാകുമ്പോൾ തിന്മകളിൽ മുഴുകുന്നവരാണവർ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്നും ഉപകാരപ്രദമല്ലാത്തൊരവസ്ഥ. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു വിഷയം വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, യാ അലി ലാ തുത്ബി അൻ-നളറത അൻ-നളറ, അലിയെ, ഒരു നോട്ടത്തിന് പിറകിൽ മറ്റൊരു നോട്ടം നോക്കരുത് എന്ന്. നോക്കിയേ, നിങ്ങൾ റീൽസിലും ഷോർട്സിലും വ്ലോഗിലും വീഡിയോകളിലും കാണുന്ന അർദ്ധനഗ്നകളായിട്ടുള്ള എത്രയെത്ര സ്ത്രീകൾ വാർത്ത വായിക്കുന്ന രംഗത്തടക്കം ഒറ്റ നോട്ട അനുവദനീയുള്ളൂ. അതും മനഃപൂർവ്വമുള്ള നോട്ടല്ല പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹു പൊറുക്കും, രണ്ടാമത് പൊറുക്കൂല. എത്രയെത്ര കാഴ്ചകളാ. വീടുകളിൽ കലണ്ടറുകൾ തൂങ്ങാൻ തുടങ്ങി. ഏതെങ്കിലും ജ്വല്ലറികളുടെയോ ഏതെങ്കിലും ബാങ്കുകളുടെയോ അർദ്ധനഗ്നകളായിട്ടുള്ള സ്ത്രീകൾ ആ രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടുള്ള കലണ്ടറുകൾ നമ്മുടെ വീടുകളിൽ തൂക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം അത് ഇന്നെടുത്ത് വലിച്ചെറിയണം. അതാണ് നമ്മുടെ റീൽസിലും ഷോർട്സിലും വീഡിയോകളിലും സോഷ്യൽ മീഡിയകളിലും ഹലാലാവുക. നമ്മൾ ചിന്തിക്കൂല, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകും, നമ്മൾ ചിന്തിക്കില്ല. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നാം ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ? അതല്ലേ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? വസിനൽ ഐനൈനി അൻ-നളർ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, അതെന്താ? നോട്ട. കാതുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കേൾവിയാണ്. നാവ് കൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. അങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ഇന്നല്ലാഹ കതബ ഇബ്നി ആദമ ഹല്ലഹു മിനസ്സിന അദ്റക ദാലിക ലാ മഹാലത. അല്ലാത്തൊരു വാചക. ആദം സന്തതികൾ അതിൻ്റെ ഒരു ഓഹരി ഉണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തൊക്കെ കാണണം. നമ്മൾ കേൾക്കുന്നതും പറയുന്നതൊക്കെ അല്ലാഹ് രേഖപ്പെടുത്തും. എത്രത്തോളം എന്നറിയോ? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ ഒരു വാചകം എന്താ? നാം പറയുന്നൊരു വാചകം പോലും രേഖപ്പെടുത്താത്തതില്ല എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാ, അക്കൽതു ശരിബ്തു ദഹബ്തു ജിഅ്തു റഅയ്തു, ഞാൻ പോയി, ഞാൻ കണ്ടു, ഞാൻ കഴിച്ചു. ഇതടക്കം പടച്ച റബ്ബ് രേഖപ്പെടുത്തുന്ന, ഇതടക്കം അല്ലാഹു രേഖപ്പെടുത്തുന്ന, ഞാൻ കഴിച്ചു, തിന്നു, കണ്ടു എന്നൊക്കെ പറയുന്ന അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, യൗമ തുബ്ലസ് സറായിർ യൗമഇദിൻ തുറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, രഹസ്യങ്ങൾ പിച്ചി ചീന്തപ്പെടുന്ന ദിവസമുണ്ടല്ലോ,
അന്നേ ദിവസം ഗോപ്യമായ ഒന്നുമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസികും സിഇയായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഏതേത് സമയത്തും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. എത്രത്തോളം എന്നറിയോ? മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു പാപം ചെയ്യണം, എന്താണതിന് വഴി? അവർ കൊടുത്ത മറുപടി എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാത്തിടത്തു പോയിട്ട് നീ പാപം ചെയ്യുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അഖ്സറുൽ ഖാസിരീന മൻ അബ്ദാ ലിന്നാസി സാലിഹ അമാലിഹി വബാറസ ബിൽ ഖബീഹി മൻ ഹുവ അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എത്രത്തോളം എന്നറിയോ? ജനങ്ങളുടെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ വെളിവാക്കുകയും എന്നാൽ അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹുവിൻ്റെ മുന്നിൽ വൃത്തികേടുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നഷ്ടക്കാർ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാ. ജനങ്ങളുടെ മുന്നിൽ സൽപ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, എന്നാൽ അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ അവൻ എങ്ങനെയാണ് തിന്മകൾ ചെയ്യാൻ സാധിക്കുക എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചു തരുമ്പോൾ ജീവിതം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ നദനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈമാനോടുകൂടി ജീവിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമായി, മുഅ്മിനായി, മുഹ്സിനായി, മുഖ്ലീസായി മരിക്കാനുള്ള തൗഫീക്ക് നദാ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വയ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അത്ഖിനാ മിനൻ നാർ. اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.